നമസ്കാരം. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ക്രമാതീതമായ വിലവർധനവാണ് ജനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. IC എഞ്ചിനുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ സഞ്ചരിക്കാമെന്നാണ് ആളുകൾക്ക് പ്രധാനമായും EVയിലേക്ക് മാറാനുള്ള ഒരു പ്രചോദനമായത്. എന്നാൽ ഇലക്ട്രിക് ചാർജ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇനി മുതൽ കുറച്ച് അധിക തുക മുടക്കേണ്ടി വരും. കാരണം ഏപ്രിൽ 1 മുതൽ പുതിയ നിരക്കുകളിലേക്ക് മാറുകയാണ് KSEB. നമ്മൾ നമ്മുടെ റോഡ് സൈഡിലും മറ്റും കണ്ടുവരുന്ന പബ്ലിക് EV ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ബാധകമായ താരിഫ് പരിഷ്കരണം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു. ഇതുവരെ പകലും രാത്രിയും വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് സ്റ്റേഷനുകളിൽ ഒറ്റ നിരക്കാണ് ഈടാക്കിയിരുന്നത്. നിലവിൽ യൂണിറ്റിന് 5 രൂപ 50 പൈസ എന്ന നിരക്കിലാണ് ഇതിൻ്റെ നിരക്ക്. അതായത് 1 കിലോവാട്ട് ചാർജ് ചെയ്യുന്നതിന് 100 രൂപ എന്ന നിരക്കിലാണ് KSEB ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് നിരക്ക് ഈടാക്കിയിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പകൽ ഒരു നിരക്കും രാത്രി മറ്റൊരു നിരക്കും ഈടാക്കാനാണ് KSEB ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 5 രൂപ എന്ന നിരക്കിലും വൈകുന്നേരം 4 മണി മുതൽ അടുത്ത ദിവസം 9 മണി വരെ 9 രൂപ 30 പൈസ എന്ന ക്രമത്തിലുമാണ് നിരക്കുകൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി KSEBക്ക് അവരുടെ മീറ്ററുകൾ സോളാർ, നോൺ സോളാർ ടൈമിലേക്ക് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനായിട്ടുള്ള വർക്കുകൾ അവരുടെ ടെസ്റ്റിംഗ് ലാബിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇനി അവർ ഈ ചാർജുകൾ ഈടാക്കി തുടങ്ങുന്നതാണ്. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നീക്കം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് KSEBയുടെ വാദം. എന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ബസ്സുകൾ, KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സുകളും പിന്നെ ഇലക്ട്രിക് ഓട്ടോകളും ഇതെല്ലാം പകൽ സമയങ്ങളിലാണ് കൂടുതൽ സർവീസ് നടത്തുന്നത്. ഈ വാഹനമെല്ലാം ചാർജ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിലും. ഇത് ഈ തരത്തിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഒരു തിരിച്ചടി തന്നെയാണ്.